എല്ലാ കൂട്ടുകാർക്കും സേതു കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടപ്രഥമൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള അടപ്രഥമൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ആൾ ബട്ടൺ തന്നെ പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് അടയൊന്ന് വേവിച്ചെടുക്കണം. അതിന് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒന്ന് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് അടയിട്ട് കൊടുക്കാം. വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അടയിട്ട് കൊടുക്കാം. ഞാനൊരു 250 ഗ്രാം അടയാണ് എടുത്തേക്കുന്നത്. ഇത് ഈ വെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഈ അട വേവാൻ ഏകദേശം ഒരു 5 മുതൽ 7 മിനിറ്റ് വരെ എടുക്കും. അടയൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചുവട്ടിൽ പിടിക്കും. ഇവിടെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമുക്കിത് വേവിച്ചെടുക്കാം. അട നന്നായി തിളച്ച് വരുന്നുണ്ട്. നമുക്ക് തിളയ്ക്കുന്നതിനനുസരിച്ച് ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ പെട്ടെന്ന് ചുവട്ടിൽ പിടിക്കും. അട വേടിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് അരിയുടെ അട തന്നെ വേടിക്കുക. ഈ അട 7 മിനിറ്റ് ആയപ്പം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഊറ്റിയെടുക്കാം. ഈ അടയൊന്ന് ഊറ്റിയെടുക്കാം. ഊറ്റിയതിന് ശേഷം തണുത്ത വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് നിന്ന് കഴുകിയെടുക്കണം. ഇതിൻ്റെ പശ മാറുന്നിടം വരെ തണുത്ത വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് കഴുകിയെടുക്കണം. ഇല്ലെങ്കിൽ പെട്ടെന്ന് ഈ അടയും തമ്മിൽ ഒട്ടിയിരിക്കും. ഈ തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഒരു 4-5 പ്രാവശ്യം ഇത് കഴുകിയെടുക്കുക. ഇതിൻ്റെ പശ തീരുന്നിടം വരെ കഴുകിയെടുക്കണം. ഇത് നന്നായിട്ട് ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം വെള്ളം തോരാൻ ഊറ്റി വെക്കാം. ഇനി നമുക്ക് ശർക്കരയൊന്ന് പാനിയാക്കണം. ഞാനൊരു 1/2 കിലോ ശർക്കരയാണ് എടുത്തേക്കുന്നത്. ഇതൊന്ന് പാനിയാക്കി എടുക്കാം. ഏകദേശം ഇതിനകത്തോട്ട് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് പാനിയാക്കി എടുക്കാം. ശർക്കര പാനി കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് തിളച്ച് നല്ലതുപോലെ ഇത് പാനിയാക്കി എടുക്കണം. അധികം വെള്ളം ചേർത്ത് പാനിയാക്കരുത്. കുറച്ച് വെള്ളം ചേർത്താൽ മതി. ഇതിനി ഒരു തണുത്തതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് അരിച്ചു മാറ്റാം. ഇനി നമുക്ക് ഈ ചവ്വരി ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ കുക്കറിനകത്താണ് ഈ ചവ്വരി വേവിക്കുന്നത് കേട്ടോ. പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. അത് മാത്രമല്ല നമ്മൾ നിന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കേണ്ട. ഇതാകുമ്പം നമ്മൾ വെയിറ്റ് ഇട്ടതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഇട്ടിരുന്നാൽ മതി. നമ്മൾ ചവ്വരി നന്നായിട്ട് വെന്ത് കിട്ടും. ഇത് ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഒരു 1/4 ടീസ്പൂൺ നെയ്യും കൂടെ ഇതിന് ഒഴിക്കുന്നത്. ഒന്ന് 1/4 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇത് വേവിച്ചെടുക്കുക. കുക്കറിൽ നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. ഇനി വെയിറ്റ് ഇട്ട് കൊടുക്കുക. ഏകദേശം എന്നിട്ട് ഒരു 3 മിനിറ്റ് സമയം നോക്കിയാൽ മതി. നമ്മൾ ചവ്വരി നല്ലതുപോലെ വെന്ത് കിട്ടും. 3 മിനിറ്റ് ഇട്ടിരുന്നാൽ മതി. ഇത് ഏകദേശം 3 മിനിറ്റ് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഞാനൊരു പരന്ന ഒരു പാത്രം എടുത്തിട്ടുണ്ട്. നമ്മൾ എപ്പോഴും പ്രഥമൻ വയ്ക്കാനായിട്ട് ഒരു പരന്ന പാത്രം തന്നെ എടുക്കാൻ ശ്രമിക്കുക. നല്ലതുപോലെ ഇത് ഇളക്കേണ്ടതായതുകൊണ്ടാണ്. ഇതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പാത്രം ഒന്ന് ചൂടായതിന് ശേഷം വേണം നെയ്യ് ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന അടയിട്ട് കൊടുക്കാം. ഈ അട നെയ്ക്കകത്ത് കടന്ന് കുറച്ചൊന്ന് വരട്ടിയെടുക്കണം. ഒരു 2-3 മിനിറ്റ് ഇട്ടൊന്ന് വരട്ടിയാൽ മതി. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് പാനിയാക്കി വെച്ചേക്കുന്ന ശർക്കര പാനി ചേർത്ത് കൊടുക്കണം. ഞാൻ ഈ ശർക്കരപ്പാനി നന്നായിട്ട് അരിച്ചെടുത്തിട്ടുള്ളതാണ്. എപ്പോഴും നമ്മൾ ഈ ശർക്കരപ്പാനി അരിച്ച് തന്നെ എടുക്കണം. ഇനി ഇതിൽ കിടന്ന് നന്നായിട്ട് നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. ശർക്കരപ്പാനി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് അടയങ്ങ് ചുവട്ടിൽ പിടിച്ചിരിക്കും. ഇത് വറ്റുന്നിടം വരെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഈ ശർക്കരപ്പാനി നന്നായിട്ടൊന്ന് വറ്റി വരാൻ ഏകദേശം 15 മുതൽ 20 മിനിറ്റ് വരെ എടുക്കും. ശർക്കരപ്പാനി നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്.
ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ആ ശർക്കരയുടെ ആ കുത്തൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഈ പഞ്ചസാരയും ഈ ശർക്കരയും കൂടെ നന്നായിട്ടൊന്ന് ഉരുകി വരട്ടെ. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഞാൻ ഒരു തേങ്ങയുടെ പാലാണ് എടുത്തേക്കുന്നത്. ആ തേങ്ങയുടെ തന്നെ 2ാം പാൽ എടുത്തിട്ടുണ്ട്. ഈ 2ാം പാലിനെ ഇത് നമുക്കിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ 2ാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന ചവ്വരി ഇട്ട് കൊടുക്കാം. കണ്ടോ, ഞാൻ വേവിച്ച് ചവ്വരി ഉണ്ട്. ഇത് ഒന്നൊന്നായിട്ട് ഒട്ടാതെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കുക്കറിനകത്തിട്ട്. ഇല്ലെങ്കിൽ നമ്മൾ അടുപ്പിലൊക്കെ ഇട്ട് വേവിക്കുമ്പോഴത്തേക്ക് ഒരുപാട് സമയമെടുക്കും. ഇത് ഏകദേശം ഒരു 3-4 മിനിറ്റ് എനിക്കായിട്ടേ ഉള്ളൂ. നമ്മളെ ചവ്വരി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് ഇതിനകത്തോട്ട് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അടയും ചവ്വരിയും നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ചവ്വരി ഇട്ട് കഴിഞ്ഞാൽ നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. പെട്ടെന്ന് ചുവട്ടിൽ പിടിക്കും. ഈ ചവ്വരി ഇടുമ്പം പെട്ടെന്ന് ഇത് കുറുകി വരും കേട്ടോ. ചവ്വരി ഇട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പ്രഥമനൊന്ന് കുറുകി വരും. ഇത് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1ാം പാൽ ചേർത്ത് കൊടുക്കാം. 1ാം പാൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം. നമ്മൾ പായസത്തിനകത്തിട്ട് 1ാം പാൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. അതായത് പശുവും പാൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇതിലേക്കൊരു 1/2 കപ്പ് പശുവും പാൽ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഈ പശുവും പാലും കൂടെ ഈ പ്രഥമനകത്ത് ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. നമുക്ക് ഈ പശുവും പാലൊന്ന് ഒഴിച്ച് അതൊന്ന് ചൂടായിട്ട് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നമ്മുടെ പ്രഥമൻ റെഡിയായി കിട്ടും. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഏലക്കയുടെയൊക്കെ മണം പ്രഥമനകത്ത് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് കാഷ്യൂനട്ടും കിസ്മിസും കൂടെ ഒന്ന് വറുത്ത് ചേർക്കാം. ആദ്യം നമുക്ക് തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കണം. ഞാൻ ഒരു 1/2 മുറി തേങ്ങയുടെ മുറിച്ച് അത് പകുതി ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതൊന്ന് ആദ്യം ഒന്ന് വറുത്തെടുക്കാം. നെയ്യൊന്ന് നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് മുറിച്ച് വെച്ചേക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം ഈ പ്രഥമന് മൊത്തം ഏകദേശം ഒരു 150 ഗ്രാം നെയ്യ് വേണ്ടി വരും. ഇത് നന്നായിട്ട് ഈ നെയ്യ് കിടന്ന് തന്നെ വറുത്തെടുക്കണം. ഒരു ബ്രൗൺ നിറം ആവുന്നിടം വരെ വറുത്തെടുക്കുക. ഒന്ന് ബ്രൗൺ നിറം ആകുമ്പോൾ ഇതിലേക്ക് നമുക്ക് കാഷ്യൂ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കിസ്മിസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. കിസ്മിസൊക്കെ നന്നായിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പ്രഥമനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ വറുത്ത് വെച്ചേക്കുന്ന തേങ്ങാക്കൊത്തും കാഷ്യൂനട്ടും കിസ്മിസും കൂടെ നമുക്ക് ഈ പ്രഥമനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു വീഡിയോയായി വീണ്ടും കാണാം.